പറഞ്ഞാൽ അൽജാമിയൻ്റെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ആ ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ്സുകൾ പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട് ഇവിടെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് തൈകളൊക്കെ കണ്ടില്ലേ, പുറത്ത് നല്ല പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സെയിലുണ്ട്. അപ്പോൾ ഇവിടെ സെയിൽ ഇതിൻ്റെ ഉടമസ്ഥരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല തോന്നുന്നു. ശനി ഞായറൊക്കെ ഒഴിവായതുകൊണ്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെയൊന്നും കാണാത്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് വീഡിയോ പിടിച്ചിട്ടുള്ളൂ. ഞാനിവിടെ അന്വേഷിച്ച് നോക്കട്ടെ, ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ കേട്ടോ നടത്തുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ഇത് ഓരോന്നൊന്ന് കണ്ടു നോക്കാം, എന്തൊക്കെ ചെടികളുണ്ട് എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. വലിയ ചട്ടികളിലൊക്കെ കാണുന്നതൊക്കെ അവരുടെ മദർ പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇന്നിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യുജീനിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ചെറിയൊരു കമ്പ് വെച്ചിട്ട് നട്ടു കൊടുത്താൽ മതി. ഇപ്പോൾ അവിടെ തന്നെ കണ്ടില്ലേ, കുറേ നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇവർ കൾട്ടിവേറ്റ് ചെയ്ത് കണ്ട് നല്ലോണം വികസിച്ചെടുത്തിട്ടുള്ളത് നമ്മളെ പോത്തോസാണ് കേട്ടോ. പലവിധം പോത്തോസുകളുണ്ട്, ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു യുജീനിയ കണ്ടോ, ഇത് ചെറിയ ലീഫായിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞു കുഞ്ഞു ലീഫ്, നമ്മളെ മൈലാഞ്ചി ചെടി പോലെ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ, ഒക്കെ കേടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴേനെ തരണം ചെയ്യാൻ കഴിയുന്ന ചെടികളൊക്കെ നല്ല പോലെ തന്നെ ക്ലിയറായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇലച്ചെടികളാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഇവിടെ. അപ്പോൾ കാരണം മഴക്കാലം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ചിലതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, ചിലതൊക്കെ പോയിട്ടുണ്ട്. ഫിലാഡോണ്ടറോ പ്ലാന്റ്സും പോത്തോസും അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ. നല്ല പ്ലാന്റ്സ് പറഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഒരു നഷ്ടമല്ല വാങ്ങിച്ചാൽ. കാരണം നല്ല പ്ലാന്റ്സ് ആണ്, ഒരു കേടോ പുഴുക്കുത്തോ ഒന്നുമില്ലാത്ത നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വെച്ചിട്ട് പിന്നെ ഒന്നിച്ച് സെയിൽ ചെയ്യാറാണ് അവർ ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ഇത് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ഇപ്പോൾ അവിടെ ആ ഫ്രണ്ടിൽ ആ ഒരു എൻട്രൻസിൽ വരുന്ന ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇവിടെ സെയിൽ നടക്കലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് ചെടികളൊക്കെ ഒന്നിച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം പിന്നെ അവിടെ ആ ഗ്രൗണ്ടിൽ കൊണ്ടുവച്ചിട്ട് സെയിൽ ചെയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആഴ്ചയിൽ 2-3 ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്താറാണുള്ളത്. ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതൊന്നും ഉണ്ടാവാറില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ബിഗോണിയും അരേലിയും എല്ലാ ചെടികളും ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു ചെടികളൊക്കെ സെക്ഷനൊക്കെ കണ്ടോ, അതിലൊക്കെ ഫുള്ള് ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. ഇനി അധികം വൈകാതെ തന്നെ ഇവിടെ സെയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ മഴക്കാലം തീരുന്നോടി സെയിൽ നടത്താനാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇതിൻ്റെ ഈ ടേബിളിൻ്റെ അടിയിലൊക്കെ ഫുള്ള് എല്ലാ ടേബിളിൻ്റെ അടിയിലും അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോഗൺവില്ലയാണ്. അപ്പോൾ ഇനി അടുത്തത് ഈ ബോഗൺവില്ലിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഒരു ഡിസംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഫ്ലവർ വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് കേൾക്കാരം ഇതൊക്കെ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒന്നിച്ചൊരു സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. റിയോ പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സാൻസവേരിയൊക്കെ നല്ല പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, പുറത്ത് ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അവർ ആ മണ്ണൊക്കെ കൂട്ടിയാണ്ട് നിറക്കണൊക്കെ അവരൊരു ഗോഡൗണാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഭാഗം. ടെർട്ടിൽ വൈന് ഇത് ഏതിലാണ് സെറ്റ് ചെയ്തിരിക്കണത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കണത് എന്തിലാണെന്ന് അറിയില്ല. അപ്പോൾ നല്ലപോലെ വളർന്ന് പന്തലിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ആ താഴെ ഉള്ളത് ഫുള്ള് ചട്ടികളാണ്. അപ്പോൾ ആ ചട്ടിയിൽ ഇങ്ങനെ ഒന്നിച്ച് സ്പ്രെഡായിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്നിച്ച് വളർന്ന് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാങ്ങിങ്ങിലേക്ക് മാറ്റാൻ പറ്റുന്ന അങ്ങനത്തെ പോട്ടുകളാണ്. അതുപോലെ തന്നെ ഇവിടെ കലേഷിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു ഹാങ്ങിങ്സൊക്കെ കുറച്ചൊക്കെ കേട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സുകളൊന്നും ഇപ്പോൾ അത്ര ക്ലിയറായി നിൽക്കണില്ല. പൊതുവേ ഈ മഴക്കാലം എല്ലാത്തിനെയും ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ക്രോട്ടൺ പ്ലാന്റ്, അതേപോലെ സഫ്ലോറ പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അരേലിയാസ്, ഇപ്പോൾ അരേലിയൻ്റെ പലവിധം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് വലിയ ലീഫായിട്ടുള്ളത്, ചെറിയ ലീഫായിട്ടുള്ളതൊക്കെ ഉണ്ട്. ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ചെറിയ ചെറിയ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെയിലിന് വരാനുള്ളതാണ്. പിന്നെ അതേപോലെ ആ ഡ്രസ്സീന വിഭാഗത്തിൽപ്പെട്ട ചെടികളാണ് ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ അതിൻ്റെ വെറൈറ്റികളാണ്. അപ്പോൾ ഇതിൽ കുറേ മദർ പ്ലാന്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ കച്ചവടത്തിന് ഒക്കെ വെച്ചിട്ടുള്ളതിനായിരിക്കും.
പിന്നെ ഫിലാഡെൻഡ്രോണിൻ്റെ ഒരു ഹാങ്ങിങ്സിൻ്റെ ഒരു ചെടിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ, ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതതുപോലെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യാൻ റെഡിയാക്കിയാണ് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മളെ വെർട്ടിക്കൽ ഗാർഡനിൽ ചെയ്യുന്ന എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. ആ ചെടികളൊക്കെ ഉണ്ട്, പുറത്തുണ്ട് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇപ്പോൾ ഈ അകത്തിലെ ചെടികൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പിന്നെ സാൻസവേരിയൻ്റെ വിഭാഗത്തിൽപ്പെട്ടാണ് ഈ ഒരു ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സിങ്കോണിയംസ് ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഒരു ഹെൽത്തി പ്ലാന്റ്സ് ആണ്. നല്ല ഭംഗിയിൽ തന്നെ നിൽക്കണുണ്ട്, ഒക്കെ നല്ല തിക്കായിട്ട് വളർന്നിട്ടുണ്ട്. ചെറിയോരോ തൈകളൊന്നും അല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ ചെറിയ തൈകളെ കിട്ടുള്ളൂ. 1-2 ലീഫിലെ തൈകളൊക്കെയാണ് മിക്കവാറും നമ്മൾ നഴ്സറിയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത്. ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന, നല്ല തിക്കായിട്ട് വളർന്നിട്ടുള്ള ചെടികളാണ്. ഇപ്പോൾ കാണുന്നത് അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അതായത് അവിടേക്ക് വരുന്ന ആ എൻട്രൻസ് മുതൽ തന്നെ വെച്ചിട്ടുള്ളത് മൂച്ചിത്തൈകളാണ്. പിന്നെ അതുപോലെ തന്നെ അതാ ഈ ഒരു മതിലുമ്മ വെച്ചിട്ടുള്ളതൊക്കെ ഫുള്ള് ബിഗോണിയാസിൻ്റെ ഹാങ്ങിങ്ങിൽ പെട്ട ആ ഒരു ചെടിയാണ്. അതൊരുപാടുണ്ട് കേട്ടോ ഇവിടെ ചെടികൾ, കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മൂച്ചിത്തൈകളൊക്കെ മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇവിടെ ഈ ആ ഒരു കോമ്പൗണ്ടിൽ, അതായത് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു കോമ്പൗണ്ടിൽ ഫുള്ള് മൂച്ചിമരം ഉണ്ട്, ഒരുപാട് മൂച്ചികളുണ്ട്. അപ്പോൾ അതൊരു സമയത്ത് ഒന്നിച്ച് അതൊക്കെ കായ്ച്ച് നല്ല പോലെ ഭംഗിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ലേലം വിളിച്ചുകൊണ്ട് വിൽക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ ശരിക്കും കോളേജിലെ കുട്ടികളും അധ്യാപകരും മാത്രമല്ല വരാറുള്ളത്. കാരണം പുറത്തുനിന്നില്ല, ഈ ഒരു പരിസരത്തുള്ള ആളുകളൊക്കെ ഇവിടുത്തെ പള്ളിയിലാണ് നമസ്കരിക്കാനും ഇതിനൊക്കെ വരിക. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പള്ളീൻ്റെ ഫ്രണ്ടിലുള്ള ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ചെടികളായാലും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് തൈകളായാലും അതുപോലെ അതിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സുകളായാലും ഒക്കെ അവർ സെയിൽ ചെയ്യണത് ആ ഒരു സമയത്താണ്. അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് അനൗൺസ്മെൻറ്റ് നടക്കും, അവിടെ വെച്ചിട്ടാണ് പിന്നെ ലേലം വിളിക്കലും ഇതൊക്കെ നടത്തൽ. അപ്പോൾ ആ മരത്തിലെ മാങ്ങയൊക്കെ അങ്ങനെ ലേലം വിളിച്ച് വിൽക്കാറാണ് പതിവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എല്ലാ തൈകളും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ അതായാലും തെങ്ങ്, പ്ലാവ്, മാവ്, എല്ലാ തൈകളും അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ എല്ലാതും വിശദമായിട്ട് ഓരോ ചെടികളെടുത്ത് കാണിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഇങ്ങനെ പുറത്തുള്ളത് ഫുള്ള് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ക്രോട്ടൺ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. പിന്നെ സാൻസവേരിയൻ്റെ ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച ചെടികളൊക്കെ ഉണ്ട്, ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ്സിനായിട്ടുള്ളൊരു സെക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിക്കണതാണ് കേട്ടോ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ആ സെക്ഷന്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സത്യത്തിൽ പിന്നെ ആകെ ആ ഒരു അലങ്കോലമായിട്ട് കിടക്കുകയാണ്, ഒന്നും ഓർഡറിലല്ല കേട്ടോ. അപ്പോൾ ഒന്നാമത് ഇതാ ഈ മഴയാണ് എല്ലാത്തിനും കാരണക്കാരൻ. കാരണം മഴ ആയതുകൊണ്ട് ആർക്കും ഒന്നും ശ്രദ്ധിക്കാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് എത്ര ശരിയാക്കി വെച്ചാലും അത് ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ ഈ മഴ ഒന്ന് മാറിക്കഴിഞ്ഞാലാണ് ഇവിടെ ഒന്നും കൂടി ഭംഗിയാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ കുറച്ച് മുന്നേ ആണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞത്. ഈ ഒരു ഭാഗത്തേക്കൊന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഭാഗം ഇവിടെ ഇങ്ങനെ ചെടീൻ്റെ ഇതൊക്കെ ഉണ്ട്, സെക്ഷനൊക്കെ ഉണ്ട്, അവിടെ ഇങ്ങനെ നടത്തുന്നുണ്ട്, 2-3 സ്റ്റാഫുകൾ അതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാമെന്നല്ലാതെ ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണാനോ ഇതിൽ
ഒന്ന് കയറി നോക്കാനൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാൻ അവിടെ എല്ലാവരും കളിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇക്കാൻ്റെ ഒരു ക്യാരക്ടർ. ഇക്കാക്ക് ചെടികളോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഭംഗിയില്ല എന്നാണ് അവിടെ ബാക്കിയുള്ള ടീച്ചേഴ്സൊക്കെ പറഞ്ഞത്. ആദ്യം ഇതിലേറൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് തീർച്ചയായിട്ടും ഒക്കെ റെഡിയാക്കി വെക്കും. കുറച്ച് അടുത്ത മാസമൊക്കെ ആകുമ്പോഴേക്കും ഒന്നും കൂടിയും സെയിൽ ചെയ്യാനുള്ള രീതിയിൽ തന്നെ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിതിൻ്റെ വിലകളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ അവരാരും ഇവിടെ ഇല്ല, അവരൊക്കെ പുറത്താണ്. അതുകൊണ്ട് വിലയൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ എന്തായാലും ഇവിടുത്തെ ചെടികളൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതിനൊന്നൊരു ഇതുമില്ല. നല്ല ഗ്യാരണ്ടീഡ് പ്ലാന്റ്സ് ആണ്. നല്ല കാണാൻ തന്നെ കണ്ടുകൂടെ, നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ടൊക്കെ. അപ്പോൾ ചില ചെടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പോയതൊന്നും ഇപ്പോൾ നോക്കാതെ വന്നാൽ ബാക്കിയുള്ളതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അഗ്ലോണിമ കണ്ടോ, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ നഷ്ടമൊന്നും വരില്ല. പിന്നെ എൻ്റെ ഒരു നിഗമനപ്രകാരം അതിന് മാത്രം റേറ്റ് ഒന്നും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതിങ്ങനെ ഒന്നിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് വിൽക്കുകയാണോണ്ട് ഒരുപാട് റേറ്റിൽ വിൽക്കാനൊന്നും സാധ്യതയില്ല. നമ്മൾ സാധാ ചെറിയൊരു നഴ്സറിയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന അത്ര റേറ്റ് ഒന്നും എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ആഴ്ചയിൽ 2-3 ദിവസം നടക്കുന്ന സെയിലല്ലേ നടക്കണുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് റേറ്റിലൊന്നും ഇത് വിൽക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ കൃത്യമായിട്ട് എന്നാണ് ഇവിടെ സെയിൽ നടക്കാറുള്ളത്, എപ്പോഴാണ് ഇനി ഉണ്ടാവുക, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ അഡ്മിഷനുമായിട്ട് വരികയാണെങ്കിലോ ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.